ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി സിറ്റുവേഷനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്തിനും ഏതിനും ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചെറിയ കാര്യങ്ങൾക്കും എന്നാൽ വലിയ കാര്യങ്ങൾക്കും ഒക്കെ സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഓഫീസിൽ പോകുമ്പോഴായാലും വീട്ടിലിരിക്കുമ്പോഴായാലും പല കാര്യങ്ങൾക്കും നമ്മളെല്ലാവരും നല്ല രീതിയിൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ്. ഈ എന്താണ് സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ പ്രതികരണം അർഹിക്കുന്ന വിവിധ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ മാറ്റങ്ങളോട് മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ പ്രതികരണം, അതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതിനകത്ത് പോസിറ്റീവ് കാര്യങ്ങൾക്കും നമ്മൾ ടെൻഷൻ അടിക്കുന്നവരുണ്ട്, അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഡെലിവറി, ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത്, അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്സ്. എന്തായിത്തീരും എന്നുള്ള ഒരു കാര്യം, അതിങ്ങനെ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണെങ്കിലും നമ്മൾ അതിനെ ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ റിസൾട്ട് വരാറാവുമ്പോൾ പാസ്സാകുമെന്നും അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടുമെന്നും നല്ല ഉറപ്പുണ്ടെങ്കിൽ പോലും ആ റിസൾട്ട് വരാറാവുമ്പോൾ കുറച്ച് സ്ട്രെസ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ്സും ഉണ്ട്, അതുപോലെ നെഗറ്റീവായിട്ടുള്ള സ്ട്രെസ്സും അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ വെറുതെ ടെൻഷനാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് പകരം അത് ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനൊന്നും ഒരു പരിഹാരമാർഗം ആകില്ല. നമ്മളിങ്ങനെ സ്ട്രെസ്സ് കൂടുതൽ വരുമ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് തന്നെ പറയും നമ്മുടെ ശരീരത്തിനോട്, ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ എനർജിയെ ഈ സ്ട്രെസ്സ് വരുന്നതിന് അതിനുവേണ്ടി നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെയെല്ലാം നിർത്തിവെച്ചിട്ട് ഇതിനെ പ്രതികരിക്കുകയാണ്. ആ സമയത്താണ് നമുക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിൽ വലിഞ്ഞു മുറുകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന വരുന്നത്. അതുപോലെ ചിലർക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ വരും ആ സമയത്തൊക്കെ, സ്ട്രെസ്സ് കൂടുന്ന സമയത്തൊക്കെ. അതുപോലെ വയറുവേദന, എവിടെയൊക്കെയാണ് വേദനയെന്ന് നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ സ്ട്രെസ്സ് വരാറുണ്ട്. ഇതിനെയൊക്കെ മാറ്റാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ സ്ട്രെസ്സ് എന്ത് കാരണം കൊണ്ടാണോ ഉണ്ടാവുന്നത് അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ റോഡിലൂടെ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് നിങ്ങളെ ഒരു വണ്ടി ഇടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും വീണിട്ട് നിങ്ങളുടെ കൈ ഒടിഞ്ഞു എന്ന് വിചാരിക്കുക. ആ കൈ ഒടിഞ്ഞതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ, ഈ വീണ സമയത്ത് എൻ്റെ ബ്രെയിനായിരുന്നു കംപ്ലൈൻറ്റ് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ നടുവാണ് ഒടിഞ്ഞിരുന്നതെങ്കിൽ എനിക്ക് കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും പറ്റത്തില്ലായിരുന്നല്ലോ, ബ്രെയിനായിരുന്നെങ്കിൽ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട് കിടന്നു പോകുമായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഇത്രയല്ലേ വന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാനായിട്ട് പറ്റും. ഇതുപോലെ പല കാര്യങ്ങൾക്കും നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയാൽ നമുക്ക് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ബിസിനസ്സിലൊക്കെ ഒരുപാട് ലോസ് ഉണ്ടാകുന്നവരുണ്ട്. അതുപോലെ ഓഫീസ് വർക്കുകളിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. നമുക്കിപ്പോൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഓർത്ത് അത് തെറ്റായിരിക്കുമോ എന്ന് ചിന്തിക്കാതെ, ഇത്രയും ഞാൻ ചെയ്തല്ലോ, ഇനി കുറച്ചും കൂടെ അല്ലേ ബാക്കിയുള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ആ സ്ട്രെസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റൂലേ, ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂലേ.
നിങ്ങളുടെ ബോസ് നിങ്ങളെ ഒരുപാട് വഴക്ക് പറയുകയാണ്, ഇതിങ്ങനെയല്ല ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ ഇത്രയും ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് അതിനകത്ത് കുറച്ച് മാറ്റങ്ങളും കൂടെ വരുത്താനാണ് എന്നോട് പറഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് വിഷമം വരേണ്ട ഒരാവശ്യമില്ല. പറയുന്ന രീതിയിൽ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് സ്ട്രെസ് അനുഭവിക്കാറുണ്ട്. പക്ഷേ അതിനെയൊക്കെ നമ്മളെങ്ങനെ ആണ് അതിനെ സ്വീകരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ബോഡി, അത് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഓവർകം ചെയ്യാനാണ് നോക്കേണ്ടത്. അല്ലാതെ എനിക്കിങ്ങനെ വന്നല്ലോ എന്നോർത്തിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് എളുപ്പം തന്നെ നമുക്ക് അതിനുള്ള പരിഹാര മാർഗമാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ വലിയ വലിയ പ്രതിസന്ധികളൊക്കെ മുന്നിൽ വരുമ്പം അതോർത്ത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നല്ലോ എന്നോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കാതെ എന്താണ് അടുത്തത്, എന്ത് ചെയ്താൽ ഇതിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടും എന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തെ കുറച്ച് ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഞാൻ ജയന്തി പ്രകാശ്. നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.